ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നല്ല ലെയറായിട്ടൊരു മടക്കപ്പം എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ 2 മുട്ട, അതിനാവശ്യമായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ ആണെങ്കിൽ 2 മുട്ട, ഒരു കപ്പിന് ഒരു മുട്ട മതി. അപ്പോൾ ആ ഒരളവിന് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ആവശ്യത്തിന് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മതിയെങ്കിൽ അതും അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ കുറച്ച് ടേസ്റ്റ് നമ്മൾ പൊറോട്ടയുടെയൊക്കെ ടേസ്റ്റിൽ വരുവാണെങ്കിൽ ശരിക്കും മൈദ തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനിത് ദോശ മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസാക്കി കുഴച്ചെടുക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ പാലാണ് ഒഴിച്ചത്. കുറച്ച് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എന്തോരം പാൽ ഒഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റാണ്. നമ്മൾ ബ്രെഡൊക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റില്ലേ, പാൽ പൊറോട്ട ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പാൽ തന്നെ ചേർത്ത് കുഴച്ച് കൊടുക്കും. അപ്പം മുട്ടയും പാലും ഒക്കെ ആകുമ്പോൾ നല്ല പ്രോട്ടീൻ അടങ്ങിയ നല്ലൊരു ഫുഡായിട്ട് മാറും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഈ ദോശമാവിനേക്കാളും കുറച്ചുകൂടി അയഞ്ഞ് ഇരിക്കുന്ന പരുവത്തിൽ ഞാൻ ലൂസാക്കി മാവ് എടുത്തിട്ടുണ്ട്. മൈദ ആയിരുന്നു എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ലൂസാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് ഒരു കിഴങ്ങെടുത്ത്, വലിയൊരു കിഴങ്ങായിരുന്നു, അതെടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കിയെന്ന് വെച്ചാൽ ഫ്രൈ പാനിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി, എണ്ണ മുങ്ങി പൊരിക്കുന്ന ആ രീതി ഫ്രൈ ആക്കണ്ട. ജസ്റ്റ് ഫ്രൈ പാനിലിട്ട് നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് സവാളയും ക്യാരറ്റും ബീൻസ് അങ്ങനെയൊക്കെ ഉള്ള എന്ത് പച്ചക്കറി നിങ്ങൾക്ക് ഇഷ്ടമാണോ, ക്യാബേജ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. അങ്ങനെ ഞാനിപ്പോൾ ക്യാരറ്റും സവാളയുമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കിഴങ്ങ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ കിഴങ്ങ് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞ് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പം സ്ക്വയർ ഷേപ്പിലല്ലേ അരിഞ്ഞ്, അങ്ങനെ വേണേലും എടുക്കാം. ഫില്ലിങ്ങിന് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം. വെജിറ്റബിൾ മാത്രം കൊടുക്കാം, ചിക്കൻ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ അതിലേക്ക് സവാളയും ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞ് വഴന്ന് അങ്ങനെ വരണമെന്നില്ല. പച്ചക്കറിയുടെയൊക്കെ ആ നല്ല പ്രോട്ടീൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇത് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇതെന്ന് വെച്ചാൽ പ്രായമുള്ളവർക്കും ഒക്കെ ഒരു സ്റ്റഫ്ഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. വെജിറ്റബിൾസ് ആവശ്യത്തിന് എന്തെല്ലാം അതിൽ ചേർക്കാവോ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ആ ഫില്ലിങ് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവേ. അപ്പോൾ ഞാനിത് ഏകദേശം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു പുളി ഇത് വേണം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോയുടെ പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ തക്കാളി തന്നെ അങ്ങനെ തന്നെ ചേർത്തത്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി ആയി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള മസാല ചേർക്കാം. എരിവിന് കുരുമുളകാണ് നല്ലത്. എന്നുവെച്ചാൽ ഈ സ്റ്റഫാക്കി വെച്ചേക്കുന്നത് കൊണ്ട് പച്ചമുളകാണെങ്കിൽ അതിൽ കടിക്കും. അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളക് വറ്റൽമുളക് പൊടിച്ചതാണെങ്കിലും എരിവ് എന്തോരം വേണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പം ഞാൻ കുരുമുളക് ആണ് എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, അതുപോലെ മസാല, ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല. ഇതിപ്പോൾ റീംസ് ഡേയിൽ ഉള്ള മസാലയാണ് ഞാൻ അതിൽ പൊടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ചേർക്കാൻ പറ്റുന്ന നല്ല മസാലയാണ്. അപ്പോൾ അതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഇത്തിരി കുരുമുളക് കൂട്ടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഒട്ടും എരിവില്ലാത്ത ഡബ്ബാമുളകാണ് ഞാൻ ചേർക്കുന്നതാണ്. ഞാൻ കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടിയത്. അപ്പോൾ നിങ്ങളതനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിക്ക് എരിവ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും കുരുമുളകിൻ്റെ എരിവ് അത് ബാലൻസ് ചെയ്ത് വേണം അതിലേക്ക് ചേർക്കാൻ. അതുപോലെ തന്നെ ഒരുപാടങ്ങ് മുരിഞ്ഞ് വരണ്ട. നമ്മൾ ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് നമുക്കത് കടിക്കുമ്പം അത് കിട്ടത്തക്ക രീതിയിൽ വേണം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു പുളി ആവശ്യത്തിന് സോയാ സോസ് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ സോയാ സോസ് ഇല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ വിനാഗിരി, അതല്ലെങ്കിൽ നാരങ്ങാനീര്, അത് ഒരു 1/2 സ്പൂൺ അത്രയ്ക്ക് മതി. ജസ്റ്റ് ഒരു
എനിക്ക് പുളി ഇഷ്ടമായതുകൊണ്ടാണ്, ഈ നല്ലൊരു എരിവും പുളിയൊക്കെ സ്റ്റഫായിട്ട് കഴിക്കുമ്പം അത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തത്. അതും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം, അത്യാവശ്യമില്ല. പക്ഷേ നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ പപ്സും കട്ട്ലേറ്റും ഒക്കെ കഴിക്കുമ്പം ചെറിയൊരു എന്തായാലും അതിലൊരു നല്ല എരിവും പുളിയൊക്കെ ഇല്ലേ, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ചേർക്കണം കേട്ടോ. ഈ ഒരു സോയാ സോസോ അല്ലെങ്കിൽ വിനാഗിരിയോ നാരങ്ങയോ എന്തെങ്കിലും. അപ്പോൾ അതിലേക്ക് ഞാൻ കിഴങ്ങ് പൊരിച്ച് വെച്ചില്ലേ, മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കിഴങ്ങ് പൊരിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ചെറിയ തീയിലിട്ട് ചെയ്യാവുള്ളേ, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മറ്റേതെല്ലാം ഒരുപാടങ്ങ് വെന്ത് കരിഞ്ഞ പോലെ ആയിപ്പോവും, അങ്ങനെ ആവരുത്. അപ്പോൾ എന്താ ഞാനൊരു 2 മുട്ട അത് പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞ് 2 3 നിങ്ങൾക്ക് എന്തോരം ഫില്ലിങ് വേണോ അതനുസരിച്ച് മുട്ട ചേർക്കാം. എന്നിട്ട് പുഴുങ്ങി ചെറുതായിട്ട് പീസാക്കിയിട്ട് നമുക്ക് ഈ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഫുള്ളിട്ടങ്ങ് മിക്സ് ചെയ്യണ്ട. നമ്മൾ എന്തോരം നമ്മൾ ദോശ പോലെ ഉണ്ടാക്കുന്നോ അല്ലെ മടക്കപ്പം ഉണ്ടാക്കുന്നോ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയ പൊട്ടാറ്റോ ഫില്ലിങ്ങിൻ്റെ ഒപ്പം അതിലേക്ക് മുട്ട വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ നമ്മളുണ്ടാക്കിയ ദോശ അതിലേക്ക് ഇങ്ങനെ ചുറ്റി ഒഴിച്ചു, എന്നിട്ട് മുട്ട വെച്ചു, മറ്റേ കിഴങ്ങിൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ട് ഒരു സൈഡ് ഞാൻ മടക്കി കൊടുത്തു. ഈ മടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ദോശ ചുടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നെയ്യും ഓയിലും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തോളൂ. ഞാനിതിൽ ഓയിൽ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഓയിൽ അവോയ്ഡ് ചെയ്തത്. അതല്ല, നിങ്ങൾക്ക് നന്നായിട്ട് ഓയിൽ വേണം, പൊറോട്ടയുടെ ആ ടേസ്റ്റിൽ വേണമെങ്കിൽ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ദോശ ചുട്ടെടുക്കണം. ഒരു സൈഡ് മടക്കുമ്പോൾ ഇപ്പോഴത്തെ സൈഡ് മാവൊഴിച്ച് കൊടുക്കണം, എന്നിട്ട് തിരിച്ചിപ്പുറത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് തിരിച്ച് ആ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു വശത്ത് ദോശമാവ് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ലെയറാക്കി നമുക്ക് ഈ മടക്കപ്പം ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് അത്യാവശ്യം വെന്തിട്ടേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ലൂസായിട്ടിരിക്കണം മാവ്. അതുപോലെ തന്നെ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമോ നെയ്യോ ബട്ടറോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ലെയറിനകത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.